ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടതോടെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോഴാണ് ഹെലേന രാജ്ഞിക്ക് ഈ കുരിശ് കണ്ടെടുക്കണം. ഈ കുരിശ് അതിനു മുമ്പേ കണ്ടെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ യഹൂദന്മാർ ഈ കുരിശ് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇത് ക്രിസ്ത്യാനികളെടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ കുരിശ് എടുത്ത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹെലേന രാജ്ഞി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിച്ച് ഈ കുരിശ് കണ്ടെടുത്തതിൻ്റെ ഓർമ്മ തിരുനാളാണ് ഈ സ്ലീബായുടെ പുകഴ്ചയുടെ തിരുനാൾ. പിടികിട്ടിയോ? ഇനി അതിനെക്കുറിച്ചൊക്കെ പാരമ്പര്യം പറയുന്നുണ്ട്. ഈ കുരിശ് 3 കുരിശുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് യേശുവിൻ്റെ കുരിശ്? അപ്പോൾ ഒരു ശരീരം മുഴുവൻ രോഗം ബാധിച്ച ഒരു വ്യക്തിയും മരിച്ച ഒരു വ്യക്തിയും ഈ യേശുവിൻ്റെ കുരിശിൻ്റെ മീതെ കിടത്തി. മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റു, രോഗം സൗഖ്യപ്പെട്ടു. അങ്ങനെയാണ് ഉറപ്പിച്ചത് ഇത് യേശുവിൻ്റെ കുരിശാണ്. അങ്ങനെ യേശു കുരിശിൽ മരിച്ച ആ യാഗപീഠം, ആ ബലിപീഠം കണ്ടെടുത്ത തിരുനാളാണെന്ന്. ഇന്ന് കർത്താവ് വലിയ